നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും ബൈക്ക് ഓടിക്കുന്ന പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും നമ്മളത് വലിയ കാര്യമാക്കാത്തൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ശരിക്കും ഒരുപാട് പേര്, അതായത് ബൈക്ക് യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിലറേറ്റർ കൊടുക്കണോ, കൂടുതൽ കൊടുക്കണോ, വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് റേസ് ചെയ്യണോ, അതോ ഐഡിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം ഓഫ് ചെയ്യണോ, ഇതൊരു ബൈക്കിന് ബാധകമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ചോദിച്ചിരിക്കുന്നത് പീറ്റർ ഇംഗ്ലണ്ട് എന്നുള്ളൊരു പേരിലുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് വ്യക്തമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഏതായാലും ചോദ്യം ഇങ്ങനെയാണ്: ഈ പറഞ്ഞ കാര്യങ്ങൾ ബൈക്കിന് ബാധകമാണോ? ടർബോ എഞ്ചിനുകളിൽ കുറച്ചു സമയം എഞ്ചിൻ ഐഡിൽ സ്പീഡിൽ നിർത്തി എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അതുപോലെ സാധാരണ കാറുകളിലും ചെയ്യണോ? സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് കണ്ടീഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ മേളത്തെ കാര്യം, അതായത് ആദ്യത്തെ ചോദ്യമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ബൈക്കുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇതാരും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ആരും ഇത് നോക്കാറില്ല. നമ്മുടെ സാധാരണ വാഹനങ്ങൾ, ഏകദേശം ഒരു 110 cc ആ റേഞ്ചൊക്കെ ഉള്ള വാഹനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എയർ കൂൾഡ് ആണെന്ന് നമുക്കറിയാം. എയർ കൂൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് എയർ, അതായത് നമ്മുടെ കാറ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ ഫിൻസിൽ കൂടെ, അതായത് നമ്മുടെ സിലിണ്ടർ ഇരിക്കുന്ന ആ പോർഷൻ്റെ സൈഡ് ഫുള്ള് ഫിൻസ് ആയിരിക്കും. അതാണ് ഒരു ഗ്രൂ പോലെ നമ്മൾ കാണുന്നത്. ഇതിനകത്തൂടെ കാറ്റ് കയറിയാണ് ഈ എഞ്ചിൻ്റെ ഹീറ്റിനെ കളയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൂളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന സമയത്ത്, അതായത് നല്ല കുത്തിനുള്ള കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഓവറായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒരു നോക്കിംഗ് സൗണ്ട് കേൾക്കുന്നത്. ഈ നോക്കിംഗ് സൗണ്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് ഹീറ്റ് ആകുന്നതുകൊണ്ട്, ബേണിംഗ് പ്രോപ്പർ ആകാതെ വരുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കിംഗ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഹീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം ഒരു സാധാരണ ഒരു സിംഗിൾ സിലിണ്ടർ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് ഒതുക്കി അല്ലെങ്കിൽ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് കൂൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇറങ്ങിയ മോഡൽസ്, അല്ലെങ്കിൽ ചില മോഡൽസിന് ഓയിൽ കൂൾഡ്, പലരും കേട്ടിട്ടുണ്ട് ഓയിൽ കൂൾഡ്. ശരിക്കും ഈ ഓയിൽ കൂൾഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനകത്ത് എഞ്ചിൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ഓയിലിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി, അതായത് എക്സ്റ്റേണൽ ആയിട്ട് കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യൂണിറ്റും കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്റർ പോലെ തന്നെയാണ് ഓയിൽ പമ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഈ ഒരു ഫിൻസ് വഴി, അതായത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ് ഇങ്ങനെ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫിൻസും ഉണ്ട്. എയർ കയറി പോകുന്ന സമയത്ത് ഈ പൈപ്പിനകത്തൂടെ പോകുന്ന എഞ്ചിൻ ഓയിലിനെ കൂൾ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പമ്പിൽ നിന്ന് നേരെ കണക്ഷൻ ഇതിനകത്തൂടെ ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ സമ്പിലോട്ട്, അല്ലെങ്കിൽ ആ എഞ്ചിനിലോട്ട് തന്നെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എയർ കടന്നു പോകുന്ന സമയത്ത് ഇതിന് ഓയിൽ കൂൾഡ്, അതായത് ആ ഓയിലിനെ കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ കുറച്ചുകൂടെ കൂളാവുന്നുണ്ട്. അതിനുശേഷം, അല്ലെങ്കിൽ ആ ഒരു മോഡൽ കഴിഞ്ഞ് പിന്നെ വരുന്ന മോഡൽസാണ് ലിക്വിഡ് കൂൾഡ്, അതായത് വാട്ടർ യൂസ് ചെയ്ത്, അതായത് കൂളൻസ് യൂസ് ചെയ്ത് ചെറിയൊരു റേഡിയേറ്റർ ഫാനും യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് എഞ്ചിനെ കൂൾ ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വാഹനങ്ങളൊക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടിയ ബൈക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ലിക്വിഡ് കൂൾഡ് ആണ് വരുന്നത്. ലിക്വിഡ് കൂൾഡ് വരുന്നതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ലോങ് പോയെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഒരു ഹീറ്റ് ഉണ്ടാകത്തില്ല, വാഹനത്തിന് ഒരു പെർഫോമൻസിനും വ്യത്യാസം വരത്തില്ല, നല്ല ഹൈ പെർഫോമൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈ റേഞ്ച് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വാഹനം ബൈക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർത്തിയിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ ഒരു 2 അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ നോർമൽ ഐഡിലോട്ട് വരും. പ്യൂർ ഐഡിൽ ടെമ്പറേച്ചറിലോട്ട് വരത്തില്ല, അതിന് ഏകദേശം 1 മിനിറ്റെങ്കിലും എടുക്കുമായിരിക്കും. പക്ഷേ ആക്സിലറേറ്റർ ഒന്നും കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന നോർമൽ കണ്ടീഷനിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വാഹനത്തിൻ്റെ, അതായത് ബൈക്കിൻ്റെ കണ്ടീഷനും ഏറ്റവും നല്ലതാണ്. നിർത്തുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പറയത്തില്ല അധികം നേരം ഓണാക്കി വിടണമെന്ന്. പക്ഷേ ഒരുപാട് ലോങ് പോകുന്ന ലിക്വിഡ് കൂൾഡ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഐഡിലിംഗ് തന്നെ ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ടെർബോ ഉള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ലോങ് ഒക്കെ ഓടിയതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് ഒരു അത്യാവശ്യം ലോങ് ഒക്കെ ഓടിയത്, ഏകദേശം ഒരു 100 കിലോമീറ്ററിനൊക്കെ മേളിൽ ഓടിയതിന് ശേഷം, അത് നല്ല രീതിക്ക് നിങ്ങൾ പൊളിച്ചാണ് ഓടിക്കുന്നതെങ്കിൽ കുറച്ച് നേരമെങ്കിലും ഒന്ന് വാഹനം ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഐഡ്ലിങ്ങിൽ കുറച്ച് നേരം കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏകദേശം നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആയിക്കോളും. വേറൊന്നും കൊണ്ടല്ല, ടെർബോയ്ക്കകത്ത് വരുന്ന എഞ്ചിൻ ഓയിൽ കൂൾ ചെയ്യിക്കാൻ വേണ്ടി വേറെ ഒരു ഫംഗ്ഷനും അവിടെ ഇല്ല. അതായത് അവിടെ ഒരു കൂളിംഗ് പ്രോസസ്സ് പ്രോപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ തന്നെ കൂൾ ചെയ്യിക്കണം. ആ ഓയിലിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയുള്ളൊരു സമയമാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 1 to 2 മിനിറ്റെങ്കിലും. ഒരുപാട് ലോങ് ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.